സ്പെയിനിൽ രക്തസാക്ഷികളായ ഫാദർ കയത്താനോ ക്ലൗസെയാസ് ബയോ, അന്തോണിയോ തോർട്ട് റെയ്സാക്സ് എന്നിവർ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെട്ടു. ബാർസലോണയിലെ തിരുക്കുടുംബ ബസിലിക്കയിൽ വെച്ചായിരുന്നു വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപന തിരുക്കർമ്മങ്ങൾ നടന്നത്. ഫ്രാൻസിസ് പാപ്പായെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘത്തിൻ്റെ അധ്യക്ഷൻ കർദിനാൾ മർച്ചലോ സൊമോറോ ഈ തിരുക്കർമ്മത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രൂപതാ വൈദികനായിരുന്ന ഫാദർ കയത്താനോ ക്ലൗസെയാസ് ബയോയെയും അൽമായനായിരുന്ന അന്തോണിയോ ടോർട്ട് റെയ്സാക്സും സ്പെയിനിൽ മതപീഡനകാലത്ത് 1936 വധിക്കപ്പെട്ടത്. ഫാദർ കയത്താനോയുടെ ജനനം 1863 ഓഗസ്റ്റ് 5 ബാർസലോണയിലെ സബദേൽ എന്ന സ്ഥലത്തായിരുന്നു. 1888 മെയ് 3 പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം വിവിധങ്ങളായ അജപാലന ശുശ്രൂഷയിൽ ഏർപ്പെട്ടു. തീവ്ര വിരക്തി, ദാരിദ്ര്യം, എളിമ എന്നിവയാൽ മുദ്രിതമായിരുന്നു വാഴ്ത്തപ്പെട്ട കയത്താനോയുടെ ജീവിതം. 2 പതിറ്റാണ്ടോളം ഒരു വൃദ്ധസദനത്തിൽ അജപാലന ദൗത്യം നിർവഹിച്ച അദ്ദേഹത്തെ 1936 ഓഗസ്റ്റ് 14 സൈന്യം പിടികൂടുകയും അടുത്ത ദിവസം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ തന്നെ വധിക്കുകയും ചെയ്തു. വാഴ്ത്തപ്പെട്ട അന്തോണിയോ തോർട്ട് റെയ്സാക്സും ബാർസലോണക്കാരനാണ്. 1895 മാർച്ച് 28 ജനനം. 1917 ഹോസേഫ ഗാവിൻ സഗാർദിയയെ വിവാഹം ചെയ്തു. 11 മക്കളുടെ പിതാവായിരുന്ന അന്തോണിയോ തീക്ഷ്ണമതിയായ ഒരു ക്രൈസ്തവനും പാവങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവും ദിവ്യകാരുണ്യത്തിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ഭക്തനുമായിരുന്നു. മതപീഡന വേളയിൽ ജീവൻ അപകടമാണ് എന്ന ബോധ്യമുണ്ടായിരുന്നിട്ടും അദ്ദേഹം നിരവധി വൈദികർക്കും സന്യസ്തർക്കും സ്വഭവനത്തിൽ അഭയം നൽകി. 1936 ഡിസംബർ 1 സായുധ സൈന്യം അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ഇരച്ചു കയറുകയും എല്ലാം കവർന്നെടുക്കുകയും അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്തു. 3-ാം തീയതി രാത്രി സൈന്യം അന്തോണിയോയെ മോന്ത് കാദ സെമിത്തേരിയുടെ സമീപത്ത് കൊണ്ടുപോയി വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു.